നമസ്കാരം. രാമരാജ്യം ഒരു വിശിഷ്ട സങ്കല്പമാണ്. ഗാന്ധിജി പോലും ആ രാമരാജ്യത്തിന്റെ വക്താവായിരുന്നു. എന്തായിരുന്നു രാമരാജ്യം? നിയമങ്ങളെയും വ്യവസ്ഥാപിതമായ ചട്ടക്കൂടുകളെയും അണുവിട മാറ്റാത്ത സങ്കല്പം. കള്ളവും ചതിയും പൊളിവചനങ്ങളുമില്ലാത്ത വശ്യമനോഹരമായ രാജ്യം. ആ പൗരാണിക സങ്കല്പങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. അമൃത വിദ്യാലയം കോഴിക്കോട് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം കോഴിക്കോട് അമൃത വിദ്യാലയത്തോടാണ്. പോലെ അല്ലേ? ശരി, ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. വിരാടൻ്റെ പുത്രി ആര്? ഓപ്ഷൻ എ പാഞ്ചാലി, ഓപ്ഷൻ ബി കുന്തി, ഓപ്ഷൻ സി ഉത്തര, ഓപ്ഷൻ ഡി ഗാന്ധാരി. നിങ്ങളുടെ സമയം ദാ തുടങ്ങുന്നു. ഓപ്ഷൻ സി ഉത്തര. ലോക്ക് ചെയ്യാലോ അല്ലേ? ശരി, സി ഉത്തര ലോക്ക് ചെയ്യാം. ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. ഉത്തര ആണോ ഉത്തരം നോക്കാം. അതെ, ഉത്തരയാണോ ഉത്തരം എന്ന് നോക്കാം. ഉത്തരം ശരിയാണ്. നല്ലൊരു തുടക്കം. അമൃത വിദ്യാലയ കോഴിക്കോട് ആദ്യത്തെ ചോദ്യത്തിന് തന്നെ ശരി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. 10 പോയിന്റ്. രണ്ടാമത്തെ ചോദ്യം ഭവൻസ് വിവേകാനന്ദ വിദ്യാമന്ദിർ അല്ലേ? മൺവിള, തിരുവനന്തപുരം. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം.
ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് എന്ത് എന്നാണ് ചോദ്യം. ആ ഓപ്ഷനിൽ ഏതാണ് എന്ന് നോക്കിയിട്ട് ഓപ്ഷൻ പറയാം. ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് എന്ത്? എ ബോധം, ബി വേദന, സി ആനന്ദം, ഡി ജ്ഞാനം. സമയം ആരംഭിക്കുന്നു. ആലോചിച്ച് പറഞ്ഞാൽ മതി, സമയമുണ്ട്. രണ്ടുപേരും നന്നായിട്ട് ചർച്ച ചെയ്തിട്ട് ഒരു ഉത്തരം പറഞ്ഞാൽ മതി. നമ്മുടെ ഈ ശരീരത്തിൽ ഓപ്ഷൻ എ ബോധം. ഓപ്ഷൻ എ ബോധം ലോക്ക് ചെയ്യാലോ അല്ലേ? എ ബോധം ലോക്ക് ചെയ്യാം. ശരിയാണോ തെറ്റാണോ നോക്കാം നമുക്ക് ഉത്തരം. ശരി ഉത്തരാണ്. രണ്ട് ടീമുകളും നല്ലൊരു തുടക്കം തന്നെയാണ് അതെ കുറിച്ചിട്ടുള്ളത് അല്ലേ? അതെ. അപ്പോൾ നമുക്ക് അമൃത വിദ്യാലയം കോഴിക്കോട് രണ്ടാമത്തെ ചോദ്യം. പ്രാണൻ എത്ര വിധത്തിലുണ്ട്? പ്രാണൻ എത്ര വിധത്തിലുണ്ട്? എ 5, ബി 10, സി 16, ഡി 9. സമയം ആരംഭിക്കുന്നു. ചർച്ച അതെ, ചെയ്തിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടൊക്കെ പറഞ്ഞാൽ മതി. നമുക്ക് സമയം 25 സെക്കൻഡ്സ് ബാക്കിയുണ്ട്. അവസാനത്തെ സെക്കൻഡിൽ പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ നന്നായിട്ട് ആലോചിച്ച് മാത്രം പറഞ്ഞാൽ മതി. ഓപ്ഷൻ എ 5. ഓപ്ഷൻ എ 5 ലോക്ക് ചെയ്യാം. ഓപ്ഷൻ എ 5 ലോക്ക് ചെയ്യാം. ശരിയാണോ തെറ്റാണോ നോക്കണ്ടേ? നോക്കാം. ശരി ഉത്തരാണ്. ഒരു ചെറിയ സംശയത്തോടെയാണോ പറഞ്ഞേ? ചെറിയ സംശയം ഉണ്ടായിരുന്നു അല്ലേ? കുഴപ്പമില്ല. പഞ്ചപ്രാണനാണ്, വളരെ പ്രസിദ്ധമാണ്. ശരി, നമുക്ക് മൺവിള ഭവൻസ് വിവേകാനന്ദ വിദ്യാമന്ദിർ തയ്യാറാണല്ലേ? ചോദ്യത്തിലേക്ക് പോവാം. ആത്മസാക്ഷാത്കാരത്തിനായി പ്രയത്നിക്കുന്ന മനുഷ്യൻ എത്ര തരത്തിലുണ്ട് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. നിങ്ങളുടെ പഠന ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്. ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 2, ഡി 10. സമയം ഇതാ ആരംഭിക്കുന്നു. ഓപ്ഷൻ ബി 3. ഓപ്ഷൻ ബി 3. ഉറപ്പാണോ? ഉറപ്പാണോ? 3 ഏതൊക്കെയാണെന്നൊക്കെ അറിയാലോ അല്ലേ? ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്യാണ്. ലോക്ക്. ബി ലോക്ക് ചെയ്തു. ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. ഉത്തരം തെറ്റാണ്. സംശയത്തോടെ പറഞ്ഞൊരു ഉത്തരമായിരുന്നു അത്. അതാകപ്പോ ഏതായാലും ചോദ്യം. അതെ, അമൃത വിദ്യാലയ കോഴിക്കോട് ആ ചോദ്യം പാസ് ചെയ്യാണ്. ഉത്തരം അറിയോ? അറിയെങ്കിൽ പറഞ്ഞോളൂ, ടൈമർ ഇല്ല. നെഗറ്റീവ് മാർക്കൊന്നും ഇല്ല, പറഞ്ഞോളൂ. ഓപ്ഷൻ സി 2. ഓപ്ഷൻ സി 2 ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യാം. സി ശരി ഉത്തരാണ്. കോഴിക്കോട് അമൃത വിദ്യാലയത്തിന് 5 മാർക്ക്. ലോകേസ്മിൻ ദ്വിവിധ നിഷ്ഠ പുരാ പ്രോക്ത മയാനഖ അല്ലേ? അടുത്ത ചോദ്യം വീണ്ടും അമൃത വിദ്യാലയ കോഴിക്കോടിനോട് തന്നെയാണ്. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ സഹ ഉച്യത്തെ ഡാഷ് എന്നുണ്ട്. അവിടെ എന്താണ് പൂരിപ്പിക്കേണ്ടത്? എ മൂഢാചാര, ബി ഗൂഢാചാര, സി മിഥ്യാചാര, ഡി വിമൂഢാത്മാ. സമയം ഇതാ ആരംഭിക്കുന്നു. 25 സെക്കൻഡ്സ് ഉണ്ട്. ഓപ്ഷൻ സി മിഥ്യാചാര. ഓപ്ഷൻ സി മിഥ്യാചാര ലോക്ക് ചെയ്യാം അല്ലേ? ശരി, സി ലോക്ക് ചെയ്യാം. ഉത്തരം ശരിയാണ്. മിഥ്യാചാരസ്സ ഉച്യത്തെ. അവസാനത്തെ ചോദ്യം വീണ്ടും ഭവൻസ് വിവേകാനന്ദ വിദ്യാമന്ദിർ, മൺവിള, തിരുവനന്തപുരം. റെഡിയല്ലേ? യജ്ഞാത് ഭവതി ഡാഷ്. ഓപ്ഷൻ എ സൗജന്യം, ഓപ്ഷൻ ബി ദൗർജന്യം, ഓപ്ഷൻ സി മാർജന്യ, ഓപ്ഷൻ ഡി പർജന്യ. സമയം ഇതാ ആരംഭിക്കുന്നു. ചൊല്ലി നോക്കുക തോന്നുന്നുണ്ട് അല്ലേ? 17 സെക്കൻഡ്സ് ബാക്കി.
ഓപ്ഷൻ സി മാർജന്യ. ഓപ്ഷൻ സി. സി ലോക്ക് ചെയ്യാവോ? ഉറപ്പാണോ? ഒരു സംശയമില്ല. സി ലോക്ക് ചെയ്യാം. ഉത്തരം തെറ്റാണല്ലോ. ചോദ്യത്തിനുള്ള ഉത്തരം അമൃത വിദ്യാലയ കോഴിക്കോട്. അറിയോ? പറഞ്ഞോളൂ, ഒരു ഗസ് ചെയ്തോളൂ. നെഗറ്റീവ് മാർക്കൊന്നും ഇല്ല. അപ്പൊ ഏതായാലും ലോകം ചൊല്ലി നോക്കിയാൽ മതി. ഓപ്ഷൻ ബി ദൗർജന്യം. ഓപ്ഷൻ ബി ദൗർജന്യം. ലോക്ക് ചെയ്യാം. ഉറപ്പിച്ചോ? ബി ലോക്ക് ചെയ്യാം. ശരിയോ തെറ്റോ നോക്കാം. ഉത്തരം ഉത്തരം തെറ്റാണ്. എന്താണ് ശരി ഉത്തരം സർ? യജ്ഞാത് ഭവതി പർജന്യഃ യജ്ഞകർമ്മ സമുദ്ഭവഃ. കേട്ടില്ലേ ശ്ലോകം? യജ്ഞാത് ഭവതി പർജന്യഃ. പർജന്യഃ എന്ന് പറഞ്ഞാൽ മേഘം, മഴ. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ. യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവഃ. സീതാന്വേഷണാർത്ഥം തെക്ക് ഭാഗത്തേക്ക് പുറപ്പെട്ട വാനരന്മാർ ഈ സമുദ്രതീരത്തെത്തി നിൽക്കുകയാണ്. സീതാദേവിയെ ഇനി എവിടെ അന്വേഷിക്കണമെന്നറിയില്ല. ഒരു വിവരവും ലഭിക്കാതെ തിരികെ ചെല്ലാനും വയ്യ. അംഗദനും ഹനുമാനും ജാംബവാനും എല്ലാം അക്കൂട്ടത്തിലുണ്ട്. അങ്ങനെ മരണത്തെ സ്വയം വരിച്ച് ആയിരക്കണക്കായ കവിവരന്മാർ തെക്കേ സമുദ്രത്തിന്റെ വടക്കേക്കരയിൽ പ്രായോപവേശം ചെയ്ത് കിഴക്കോട്ട് തലയാക്കി ദർഭപ്പുല്ല് വിരിച്ചു കിടന്നു. ഇത് എത്ര വാനരന്മാരാണ് നിരന്നു കിടക്കുന്നത്! കൊള്ളാം, മഹാഭാഗ്യമായി. ഈശ്വരൻ കരുണാവാരിധിയാണ്. പറന്നുപോയി ഭക്ഷണം ശേഖരിക്കാൻ കഴിയാത്ത എനിക്ക് കുറെ കാലത്തേക്കുള്ള ഭക്ഷണം മുമ്പിൽ എത്തിച്ചിരിക്കുകയാണ് ഈശ്വരൻ. എന്താണ് ഈ വാനരന്മാർ പറയുന്നത്? ഇവർ എന്റെ പ്രിയ അനുജൻ ജഡായുവിന്റെ പേരാണല്ലോ പറയുന്നത്. എന്റെ പ്രാണപ്രിയനായ സഹോദരൻ ജഡായുവിനെ പറ്റി ആരാണീ പറയുന്നത്? ഹേ വാനരന്മാരെ, ഇങ്ങ് അടുത്ത് വരൂ. പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ഭക്ഷിക്കുകയില്ല. ചിറകില്ലാത്തതിനാൽ പറന്ന് നിങ്ങളുടെ പക്കൽ എത്തുക വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ആരാണെന്ന് പറയാം, പക്ഷേ അതിനു മുമ്പ് എന്റെ ജഡായുവിന് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയണം. അവന് വല്ല ആപത്തും സംഭവിച്ചുവോ? ഞങ്ങൾ സുഗ്രീവ കിങ്കരന്മാരാണ്. സുഗ്രീവന്റെ സുഹൃത്തായ ദശരഥനന്ദൻ ശ്രീരാമൻ തന്റെ പത്നിയോടും അനുജനോടും കൂടി വനവാസം അനുഷ്ഠിക്കുകയായിരുന്നു. ആ വേളയിൽ ശ്രീരാമ പത്നിയായ സീതാദേവിയെ രാവണൻ അപഹരിച്ചു. സീതാദേവിയെ അന്വേഷിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. രാവണൻ സീതയെ കൊണ്ടുപോകുന്നത് പക്ഷിശ്രേഷ്ഠനായ ജഡായു കണ്ടു. ജഡായു സീതയെ രക്ഷിക്കാൻ രാവണനോട് ഏറ്റുമുട്ടി. പക്ഷേ രാവണന്റെ ചന്ദ്രഹാസത്താൽ ചിറകറ്റ് നിലം പതിക്കുകയായിരുന്നു. ഭാഗ്യവാനായ ആ പക്ഷിശ്രേഷ്ഠൻ ശ്രീരാമന്റെ മടിയിൽ തല വെച്ച് കിടന്നാണ് ലോകം വെടിഞ്ഞത്. ദൈവമേ, വർഷങ്ങൾക്കു ശേഷം എന്റെ അനുജന്റെ മരണവാർത്തയാണല്ലോ എനിക്ക് കേൾക്കേണ്ടി വന്നത്. അതിഘോര ബലവാനായ രാവണൻ എന്റെ അനുജനെ വധിച്ചുവെന്ന് കേട്ടിട്ടും സഹിച്ചിരിക്കുകയാണ്. വൃദ്ധനായി ചിറകില്ലാത്തവനായി തീർന്ന ഞാൻ എങ്ങനെ സഹോദരഘാതകനോട് പ്രതികാരം ചെയ്യും? ഹേ വാനരന്മാരെ, എനിക്കല്പം ജലം തരൂ. ഞാൻ എന്റെ അനുജന്റെ
ഉദകക്രിയ നടത്തട്ടെ. ഇനി ഞാൻ ആരാണെന്ന് പറയാം. ഞാൻ പക്ഷിവർഗ രാജാവായ സമ്പാദിയാണ്. ജടായു എന്റെ അനുജൻ. സൂര്യസാരഥിയായ അരുണന്റെ പുത്രന്മാരാണ് ഞങ്ങൾ. ഞങ്ങൾ ഒരു സഹോദരങ്ങൾ മാത്രമല്ലായിരുന്നു, ഉച്ചമിത്രങ്ങളുമായിരുന്നു. അതിബലവാന്മാരും അതിരൊത്ത ഗർഭിഷ്ഠന്മാരുമായി ഞങ്ങൾ വളർന്നു. ഒരിക്കൽ ഞാനും അവനും കൂടി വെറുതെ ഒരു നേരം പോക്കിന് വാതുവെച്ചു. ചണ്ഡകിരണായ ആദിത്യ ഭഗവാന്റെ പക്കൽ ആരാദ്യം എത്തും, ഇതായിരുന്നു മത്സരം. ഞങ്ങൾ വട്ടമിട്ട് പറന്നുയർന്നു. യൗവന തിളപ്പുകൊണ്ട് എന്നേക്കാൾ ചുണക്കുട്ടിയായിരുന്നു എന്റെ അനുജൻ. എന്നെ പിന്നിലാക്കി പറന്നുയർന്നു. മധ്യാഹ്നമായി. ഊഷ്മളമായ സൂര്യരശ്മികൾ തട്ടി അവൻ ഏറെ ക്ഷീണിച്ചിരുന്നു. അനുജനെ രക്ഷിക്കാൻ ഞാൻ പറന്നുയർന്ന് ചിറകുകൾ രണ്ടും ഉയർത്തി അവന് സംരക്ഷണം ഒരുക്കി. അതുകൊണ്ട് തന്നെ ചാകാതെയും ചിറകരിയാതെയും അവൻ താണു പറന്ന് ഭൂമിയിലെത്തി. എന്നാൽ ഞാനാകട്ടെ ചിറകുകൾ രണ്ടും തീ പിടിച്ച് അവ നിശേഷം കരിഞ്ഞ് ഈ മഹാഗിരിയിൽ വന്ന് വീണു. കാല് മുടിഞ്ഞ് കിടപ്പിലായി. ചിറകുകളില്ലാത്തതിനാൽ പറക്കാനോ കാലുകളില്ലാത്തതിനാൽ നടക്കാനോ സാധിക്കാതെയായി. ബോധം പോലും ഇല്ലാതെ ഞാൻ ഇവിടെ കിടന്നു. എന്നെ രക്ഷിച്ചത് നിശാകര മഹർഷിയാണ്. പിന്നീട് ഞാൻ അദ്ദേഹത്തിന്റെ സേവകനായി കഴിഞ്ഞുകൂടി. അദ്ദേഹം ഭാവി അറിയുന്ന മഹാത്മാവാണ്. ആ ഋഷിവര്യൻ ശ്രീരാമ അവതാര കഥ എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. സീത അന്വേഷണാർത്ഥം വാനരന്മാർ ഇവിടെ വരുമെന്നും അവർക്ക് സീത ഇരിക്കുന്നിടം ഞാൻ പറഞ്ഞു കൊടുക്കണമെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. അതോടെ എനിക്ക് ചിറക് മുളയ്ക്കുമെന്നും കാലിന് സ്വാധീനമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അല്ലയോ ഭാഗ്യവാന്മാരായ വാനർ പ്രവരന്മാരെ, അങ്ങ് ദക്ഷിണ മഹാബ്ദിയിൽ 100 യോജന അകലെ ത്രികുടം എന്നൊരു മഹാഗിരി വലിയൊരു ദ്വീപായി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിസ്ഥൂലവും മഹോന്നതവുമായ ആ ഗിരിപ്രവരന്റെ വിശാലവും അണ്ഡാകൃതിയിലുമുള്ള ഉന്നത തലമാണ് ലങ്ക. ലങ്കയുടെ മധ്യത്തിൽ രാവണ രാജധാനി, അതിനടുത്ത് അന്തപുരം. അന്തപുരത്തിന് സമീപത്ത് അശോക ഉദ്യാനം. ഉദ്യാന കേന്ദ്രത്തിൽ ശിംശിബ വൃക്ഷം. ആ വൃക്ഷച്ചുവട്ടിൽ സീതാദേവി ഇരിപ്പുണ്ട്. എനിക്ക് കാണാം വാനരന്മാരെ, എനിക്ക് കാണാം. വിഷണ്ണയായി ഇരിക്കുന്ന സീതാദേവിയെ എനിക്ക് കാണാം. നിങ്ങൾ എന്നെ വിശ്വസിക്കൂ. നിങ്ങളിൽ കഴിയുന്നവർ ഇപ്പോൾ തന്നെ ലങ്കയിലെത്തുക. അവിടെ ചെന്ന് സീതാദേവിയെ ആശ്വസിപ്പിക്കണം.
തിരിച്ചെത്തി സീതാദേവിയുടെ വൃത്താന്തങ്ങൾ ശ്രീരാമനെ അറിയിക്കുകയാണെങ്കിൽ അദ്ദേഹം വളരെ സന്തുഷ്ടനാകും. നോക്കൂ നോക്കൂ വാനരന്മാരെ, എനിക്ക് ചിറകുകൾ മുളയ്ക്കുന്നു. കാലിന് സ്വാധീനമുണ്ടായിരിക്കുന്നു. വിചിത്രം തന്നെ. നിശാകര മഹർഷിയുടെ വാക്കുകൾ സത്യമായിരിക്കുന്നു. വിചിത്രം തന്നെ. ശ്രേഷ്ഠരായ മഹർഷിമാരുടെ വാക്കുകൾ സത്യമല്ലാതാവുകയില്ല. ശ്രീരാമ കഥാമൃതത്തിന്റെ മഹത്വം ആർക്കും ചിന്തിച്ചോ അനുമാനിച്ചോ അറിയാൻ സാധിക്കുകയില്ല. രാമനാമാമൃതത്തിന് തുല്യമായി മറ്റു യാതൊന്നും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വാനരന്മാരെ, നിങ്ങൾക്ക് മേൽക്കുമേൽ നന്മയുണ്ടാകട്ടെ. നിങ്ങൾ സീതാദേവിയെ കണ്ടെത്താൻ ഇപ്പോൾ തന്നെ ഈ സമുദ്രം കടക്കണം. രാമസ്മരണ കൊണ്ട് ഏത് സംസാര സാഗരത്തെയും കടക്കാൻ സാധിക്കുന്നു. അപ്പോൾ പിന്നെ രാമകാര്യത്തിനായി പോകുന്ന നിങ്ങൾക്ക് ഈ സമുദ്രം കടക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ശ്രീരാമനാമ കഥാമൃതമാഹാത്മ്യം ആരാലുമോർത്താലറിയാവതല്ലേതും രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നീലഹോ. നല്ലതുമേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടു കിട്ടേണമേ. നന്നായതി പ്രയത്നം ചെയ്യൽ അർണവം ഇന്നു തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമ സ്മൃതി കൊണ്ടു സംസാരവാരാനിധിയെ കടക്കും നിദേവരും. ഓം അമൃതേശ്വരിയെ നമഃ. അനന്യഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ഭഗവത് പ്രാപ്തി സാധ്യമാവൂ എന്നാണ് ഭക്തി. ശ്രീമദ് ഭഗവത്ഗീതയിലെ 12-ാം അധ്യായ ഭക്തിയോഗത്തിൽ ഭക്തിയുടെ രഹസ്യത്തെ പറ്റി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഭഗവാനോടുള്ള പരമപ്രേമമാണ് ഭക്തി. ഈ ഭക്തിയിൽ തന്നെ സഗുണഭക്തിയുമുണ്ട്, നിർഗുണഭക്തിയുമുണ്ട്. ഈ 2 തരം ഭക്തികളിൽ ഏത് ഭക്തിയാണ് കേമമെന്ന് അർജുനൻ ഭഗവാനോടൊന്ന് ചോദിക്കുകയാണ്. ഏവം സതതയുക്തായേ ഭക്താസ്ത്വാം പര്യുപാസത്തെ ഏ ചാപക്ഷരമവ്യക്തം തേഷാം കേ യോഗവിക്തമാഹ. നിരന്തര സ്മരണയോടെ ഏത് ഭക്തന്മാരാണോ അങ്ങേ സാകാര രൂപത്തിൽ ഭജിക്കുന്നത് അവരാണോ ശ്രേഷ്ഠൻ, അതോ നാശരഹിതവും നിരാകാരവുമായ പരബ്രഹ്മരൂപത്തെ ഭജിക്കുന്നവരാണോ ശ്രേഷ്ഠൻ? അപ്പോ ഭഗവാന്റെ മറുപടി എന്താണെന്നറിയോ? മയ്യാവേശ്യമനോ യേമാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേദാഃ സ്തേമേ യുക്തതമാമതാഃ. ഭഗവത് പ്രാപ്തി മാത്രം ലക്ഷ്യമായി ഉറപ്പിച്ച് നിരന്തര സ്മരണയോടെ എന്നെ ധ്യാനിക്കുന്നവൻ എനിക്ക് സമ്മതനും ശ്രേഷ്ഠ യോഗിയുമാണെന്നതിൽ സംശയമില്ല. ഏത് പ്രതീകം അംഗീകരിക്കുന്നു എന്നത് പ്രസക്തമല്ല, എങ്ങനെ ഉപാസിക്കുന്നു എന്നതാണ് പ്രസക്തം. മനോഭാവമാണ് മുഖ്യം. ഉപാസകൻ പരമശ്രദ്ധയുള്ളവനാകണം, നിരന്തര സ്മരണയുള്ളവനാകണം. മനസ്സിനെ ധ്യാനനിഷ്ഠമാക്കി
നിരന്തര ഉപാസനശീലമാക്കിയാൽ ബ്രഹ്മപ്രാപ്തിക്കുള്ള വഴി ഭഗവാൻ തന്നെ തുറന്നു തരും. ഓം അമൃതേശ്വര. ശ്രേഷ്ഠ ഭാരത ശ്രേഷ്ഠ ഭാരത. നോം യയാതി, ചന്ദ്രവംശത്തിലെ ഒരു മഹാരാജാവ്. നമ്മുടെ പിതാവിൻ്റെ പേര് നഹുഷ എന്നാണ്. നമ്മുടെ വംശം ഉത്ഭവിക്കുന്നത് മഹാവിഷ്ണുവിൽ നിന്നാണ്. അത് ക്രമേണ ബ്രഹ്മാവ് നിന്നും അത്രി, അത്രിയിൽ നിന്നും ചന്ദ്രൻ, ചന്ദ്രനിൽ നിന്നും ബുധൻ, ബുധനിൽ നിന്നും പൂരുരവസ്, പൂരുരവസിൽ നിന്നും ആയുസ്, ആയുസ്സിൽ നിന്നും നഹുഷ, നഹുഷയിൽ നിന്നും യയാതി. യസ്യ വായുരിവ യാതിഹി സർവത്ര രഥയതിഹി. എന്നാൽ വായുവിൻ്റെ അത്രയും വേഗത്തിൽ ഇവിടെ എല്ലായിടത്തും സഞ്ചരിക്കുന്നത് ആരാണോ അവൻ യയാതി. ചന്ദ്രവംശത്തിലെ ഒരു ഉത്കൃഷ്ടനായ മഹാരാജാവ് എന്ന് എൻ്റെ പ്രജകൾ എന്നെ വിളിക്കുന്നു. അതിൽ വളരെ സന്തുഷ്ടനായവനാണ് ഈ ഞാൻ. അപ്പൊ ഏതായാലും ഇനിയിപ്പോ നമ്മള് വന്നു നിന്നു പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതെ, ഇനി എന്താണ്? ചോദ്യങ്ങൾ. ചോദ്യങ്ങളാണ് നേരിടേണ്ടത്. അപ്പോൾ അമൃത വിദ്യാലയം കോഴിക്കോട് ചോദ്യങ്ങളൊക്കെ ആയിട്ട് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ദാ ഇങ്ങോട്ട് ചോദിച്ചോളാ, ചോദിക്കാനുള്ളതെല്ലാം. രണ്ടാം പുത്രനായിട്ടും അങ്ങ് എങ്ങനെയാണ് രാജാവായത്? ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ പിതാവ് എന്നിൽ വിശ്വാസം അർപ്പിച്ചിരുന്നു. തൻ്റെ കുലത്തെ വീണ്ടും നയിക്കാൻ എനിക്കാകും എന്ന് നഹുഷ എൻ്റെ പിതാവ് കരുതിയിരുന്നതായാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം യയാതിയെ തൻ്റെ കുലം നയിക്കാൻ വേണ്ടി നഹുഷ സമ്മതിച്ചതും എന്നെ രാജാവാക്കിയതെന്നുമാണ് ഞാൻ കരുതുന്നത്. ശരിയാണോ സർ ഉത്തരം? അല്ല അല്ല, ഉത്തരം ശരിയല്ല. ജ്യേഷ്ഠൻ യതി എന്നാണ് ജ്യേഷ്ഠൻ്റെ പേര്. യതി എന്ന ജ്യേഷ്ഠൻ യതിയായിട്ട് സന്യസിച്ച് കാട്ടിൽ പോയപ്പോഴാണ് അനിയന് യയാതിക്ക് രാജ്യം ലഭിക്കുന്നത്. ശരി, അടുത്ത ചോദ്യത്തിലേക്ക്. യയാതി എന്ന അങ്ങയുടെ നാമത്തിൻ്റെ അർത്ഥം എന്താണ്? യയാതി എൻ്റെ നാമത്തിൻ്റെ അർത്ഥം എന്നത് വായുവിനെ പോലെ അത്ര വേഗത്തിൽ തൻ്റെ രഥത്തിൽ എല്ലായിടത്തും സഞ്ചരിക്കുന്നവൻ ആരോ അവനാണ് യയാതി. ശരി ഉത്തരമാണ്. ഉത്തരം ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം. അങ്ങയുടെ പുത്രന്മാരുടെ പിന്തുടർച്ചക്കാർ ഏതൊക്കെ നാമത്താലാണ് അറിയപ്പെടുന്നത്? വംശമാണോ പറയേണ്ടത്? വംശം. യദുവംശം. എൻ്റെ ആദ്യ പുത്രനായ യദുവിൽ നിന്ന് യദുവംശം ഉത്ഭവിക്കുകയും എൻ്റെ അവസാന പുത്രനായ പൂരുവിൽ നിന്ന് പൂരുവംശം ഉത്ഭവിക്കുകയും ചെയ്യുന്നു. ശരിയാണോ സർ? ഉത്തരം അത്രയും ശരിയാണ്. മറ്റു പുത്രന്മാരാരൊക്കെയാണ്? തുർവസ്, ദ്രുഹ്യു, അനിദ്രുഹ്യു, പൂരു. പൂരു. ഉത്തരം ശരിയാണ്. നാലാമത്തെ ചോദ്യം. അങ്ങയുടെ പുത്രിയുടെ പേരെന്താണ്? മാധവി എന്നാണ് എൻ്റെ പുത്രിയുടെ നാമം. ഉത്തരം ശരിയാണ്. അവസാനത്തെ ചോദ്യം അല്ലേ? ചോദിച്ചോളൂ. അവസാനത്തെ ചോദ്യം. സ്വർഗത്തിലെത്തി പുണ്യമൊടുങ്ങി അങ്ങ് ഭൂമിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ദേവേന്ദ്രനോട് ചോദിച്ച വരം എന്തായിരുന്നു? സ്വർഗത്തിൽ കഴിയുന്ന കാലത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഭൂമിയിലെ മനുഷ്യരെ കാണാനും സാധിക്കണം എന്നതാണ് ഞാൻ ഇന്ദ്രനോട് ചോദിച്ച വരം. ശരിയാണോ സർ? എന്താണ്, ഒന്നുകൂടെ പറയൂ. സ്വർഗത്തിൽ കഴിയുന്ന കാലത്ത് ഇടയ്ക്കിടയ്ക്ക് ഭൂമിയിലെ മനുഷ്യരെ കാണാനും അവരെ അറിയാനും സാധിക്കണം എന്നതാണ് ഇന്ദ്രനോട് ഞാൻ ചോദിച്ചത്. ഇല്ല, ഉത്തരം തെറ്റാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. നിങ്ങളുടെ വാദം തുടങ്ങാം. ആധ്യാത്മിക രാമായണത്തിൽ സ്തുതിഗീതങ്ങൾ അധികമാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ രചിച്ച ആധ്യാത്മ രാമായണത്തിൽ സ്തുതിഗീതങ്ങൾ അധികം തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കഥയായാലും കാവ്യമായാലും
അതിൻ്റെ ആസ്വാദനത്തിന് ഭംഗം വരുത്തുന്നതെന്തും. അത് സ്തുതിഗീതമായാലും അലങ്കാരമായാലും കാവ്യശോഭയെ ഹനിക്കുന്നത് തന്നെയാണ്. ശ്രീരാമചന്ദ്രന്റെ അയനകഥാ സാഗരത്തിൽ ആറാടുന്ന അനുവാചകന്റെ മനസ്സിലെ രസാനുഭൂതികളെ ഹനിക്കുകയല്ലേ സ്തുതിഗീതങ്ങൾ ചെയ്യുന്നത്? മാത്രമല്ല, സാമാന്യ യുക്തിയുള്ള ഒരു വ്യക്തി, അത് ദൈവമായാലും സാധാരണ വ്യക്തിയായാലും, അദ്ദേഹം ഒരിക്കലും തന്നെ പുകഴ്ത്തുന്നത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്തുതിഗീതങ്ങൾ അടിമ ഉടമ സമ്പ്രദായത്തിന് ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ പുറമെ സ്തുതിക്കുന്ന ചുണ്ടുകളെക്കാളും ദൈവത്തിന് പ്രിയം പ്രവർത്തിക്കുന്ന കരങ്ങളോടാണ്. അതുകൊണ്ട് തന്നെ സ്തുതിഗീതങ്ങൾ അലങ്കാരമല്ല, അരോചകമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഗംഭീരം. സെർവിങ് ഹാൻഡ്സ് ആർ ബെറ്റർ ദാൻ പ്രേയിങ് ലിപ്സ്. നമ്മുടെ അമ്മ മാതാ അമൃതാനന്ദമയി ദേവി സ്ഥിരം പറയുന്ന കാര്യമാണ്. എങ്ങനെ ഇതിനെ എതിർവാദം പറയും? ഇവിടെ ആദ്യം പറഞ്ഞു സ്തുതിഗീതങ്ങൾ കാവ്യശോഭ കെടുത്തുന്നുവെന്ന്. നാം സാധാരണ സ്തുതിഗീതങ്ങൾ ഒരു ഈണത്തിലാണ് ചൊല്ലാറുള്ളത്. ഇവിടെ പറയുന്നുണ്ട് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു അടിമ ഉടമ ആ ഒരു ഇത് തെറ്റല്ലേ? അങ്ങനെ അടിമയുടമായിട്ട് കാണുന്ന ഒരു വലിയ മനുഷ്യനുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആദരിക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്? ആദരിക്കാം, പക്ഷെ അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹമാണ് സ്തുതി എന്ന് പറയുന്നത് തന്നെ ഒരു ആദരവിന്റെ ഹൈ ഫോം അല്ലേ? ഇപ്പൊ ശ്രീകുമാർ സാറിന്റെ പാട്ടുകൾ അയ്യോ എന്ത് നന്നാ, ഗോപാൽ സാറിന്റെ അറിവ് എന്ത് നല്ലതാണ്. അപ്പൊ അതുപോലെ ഒരു ഹൈറ്റ് ഇതാണ് സ്തുതി. പക്ഷേ ആ സ്തുതികൾക്കിടയിൽ നമ്മൾ കഥയുടെ ഒഴുക്കിനെയല്ല അത് ബാധിക്കുന്നത്. അല്ല, ശരിക്കും ഈ സ്തുതിയുടെ ആധിക്യം ഉണ്ട് എന്ന് പറയുന്നത് ശരിയല്ലേ? സ്തുതിയുടെ ആധിക്യമാണ്. തീർച്ചയായും സ്തുതിയുടെ ആധിക്യമുണ്ട്. അതിനെ എങ്ങനെ ഓവറാക്കാം, പക്ഷെ ഓവറാക്കണ്ട എന്നാണ് പറയുന്നത്. അമിതമായാൽ അമൃതം വിഷമാണല്ലോ. അധികമായാൽ അമൃതം വിഷം, അധികമായാൽ സ്തുതിയും വിഷം എന്ന് പറയുന്നു. ഒരിക്കലുമില്ല. കാരണം നമ്മൾ ഈ സ്തുതിക്കുന്നത് ആരെയാണ്? ശ്രീരാമനെയാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. അപ്പോൾ ഒരു അവതാര പുരുഷനെ എത്ര സ്തുതിച്ചാലും അത് ഒരിക്കലും അത് അധികമല്ല. അത് അതിൻ്റെ വായനക്കാരുടെ മനസ്സിൽ അദ്ദേഹം ആരാണെന്നുള്ള ബോധം ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരി, അവസാന കൺക്ലൂഡിംഗ് ആർഗ്യുമെന്റ്സ്. പ്രവർത്തിക്കാൻ പല മേഖലകളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ കേരളം ഏറ്റവും കൂടുതൽ നേരിട്ട ഒരു വൻ വിപത്താണ് പ്രളയം. ഈ സമയത്ത് നമ്മൾ ദൈവത്തിനെ സ്തുതിക്കുന്നതേക്കാളും ഉപരി നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. പ്രവൃത്തി കർമ്മമാണ് പ്രധാനം. ഇത് എഴുതിയത് 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദവും 16-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദവുമാണ് എന്നാണ് നാം വിശ്വസിക്കുന്നത്. അതും എഴുത്തച്ഛൻ രചിച്ചതാണെന്നാണ് വിശ്വസിക്കുന്നത്. അന്നത്തെ കാലത്ത് ഇത് അദ്ദേഹം സാധാരണക്കാരെ ഉദ്ദേശിച്ച് മാത്രമാണ് എഴുതിയത്. വേദസംഹിതമായ രാമായണത്തെ ബോധഹീനന്മാർക്കറിയാവണ്ണം അദ്ദേഹം അത് എഴുതിയതാണെന്ന് അദ്ദേഹം ആദ്യം തന്നെ രാമായണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് സാധാരണക്കാർക്ക് അവർക്ക് ഉതകുന്നതായിട്ടുള്ള രീതിയിൽ സ്തുതികൾ ആ ഒരു ഈണത്തിൽ പാടുന്നത് അതൊരിക്കലും അവർക്ക് അധികമാണെന്ന് തോന്നുകയില്ല. അപ്പം നമ്മൾ ഇപ്പോൾ അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ അന്ന് അത് എങ്ങനെ എഴുതി, അതിന് എഴുതാനുള്ള കാരണം എന്താണെന്ന് നമ്മളത് പറയണം. കർമ്മമൊക്കെ നല്ലത് തന്നെ, പക്ഷെ ഭക്തിയാണ് അടിസ്ഥാനം എന്നാണ് അടിസ്ഥാന ഉദ്ദേശം. കൊള്ളാം, നന്നായിട്ട് തന്നെ രണ്ടുപേരും വളരെ രസകരമായി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്തു. നല്ല ഫ്ലോ ഓഫ് ലാംഗ്വേജ് ഉണ്ടായിരുന്നു. ഫൈൻ, നമുക്ക് അടുത്ത ആൾക്കാരിലേക്ക് പോവാം. അടുത്തത് ഫോർ ആൻഡ് അഗൈൻസ്റ്റ്. ഫോർ പറയുന്ന ആൾക്ക് തുടങ്ങും. ഇത്രയും സ്തുതികൾ കാവ്യഭംഗി കെടുത്തുക തന്നെയാണ്. ഒരു കാര്യം ആവർത്തിച്ച് പറയുമ്പോൾ നമുക്ക് വിരസത തോന്നും. വായിക്കുന്ന ആൾക്ക് മടുപ്പുണ്ടാവുമെങ്കിലും അത് ശ്രോതാവിന് മടുപ്പുണ്ടാക്കുന്നത് തന്നെയാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ രാമായണം എന്നാൽ അധ്യാത്മ രാമായണമാണ്. അധ്യാത്മ രാമായണത്തിൽ ആധ്യാത്മികതയ്ക്കാണ് മുൻതൂക്കം. ഇതിൽ ഭക്തി വളരെ അനിവാര്യമായൊരു ഘടകമാണ്. അത് സ്തുതിഗീതങ്ങളിലൂടെയാകുമ്പോൾ അതിൻ്റെ ആസ്വാദനശേഷി കൂടുകയാണ് ചെയ്യുന്നത്. മനുഷ്യ മനസ്സിൽ സ്തുതികൾ വായിച്ചാൽ ഭക്തി ഉണ്ടാകുമെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്? കാരണം അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അക്ഷരാഭ്യാസം പോലും ഇല്ലാത്തവരായിരുന്നു പല ജനങ്ങളും. അപ്പോൾ ഈ സ്തുതിഗീതങ്ങൾ അവരുടെ മനസ്സിലും ചുണ്ടിലും സ്ഥാനം പിടിച്ചു. കാരണം അധ്യാത്മ രാമായണം അവരുടെ ഒരു നിത്യപാരായണ ഗ്രന്ഥമായിരുന്നു. അതാണല്ലോ ഇത്രയും സ്തുതികൾ കേൾക്കുമ്പോൾ അവർക്ക് മടുപ്പുണ്ടാവത്തില്ല, ആവർത്തിച്ച് പറയുമ്പോൾ. ഇത്രയും ഈ സ്തുതിയെ അമിതമാകുമ്പോൾ അത് മടുപ്പുണ്ടാക്കില്ലേ? ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കുഴപ്പമില്ല, സ്തുതി അഭിപ്രായം അല്ല, അങ്ങനെ അഭിപ്രായത്തെ സാധൂകരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്തുതി പറയുന്നു, മഹാത്മാഗാന്ധി എല്ലാ വർഷവും നമ്മൾ ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നു, നമുക്ക് മടുപ്പുണ്ടാവുന്നുണ്ടോ? ഈ രാമായണത്തിന് പൗനരുക്തി എന്നൊരു ദോഷമുണ്ട്. ആവർത്തിച്ച് പറയുന്നത് ഒരു ആഭാസമായിട്ടാണ് ആചാര്യന്മാരും സാഹിത്യ ഗ്രന്ഥങ്ങളും പറയുന്നത്. നല്ല പോയിന്റ് അല്ലേ? ആവർത്തിച്ച് പറയുമ്പോൾ ഇത്രയും ആവർത്തനം വേണ്ടെന്ന് അവർക്കും തോന്നിക്കാണും അല്ലേ? ഇത് അന്നും തോന്നിക്കാണില്ലേ? കാരണം ഭക്തിയാണ് ഏറ്റവും വലിയ കാര്യം. ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ അത്രയും ഗുണഗണങ്ങളുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത മൂല്യങ്ങൾക്കാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തെ അത്ര വലിയൊരു ആളായി കാണാൻ ഭക്തി അതിൽ വളരെയധികം ജീവിത മൂല്യങ്ങൾ
അപ്പൊ ആവർത്തനം എല്ലാം വിരസമാണോ? നിങ്ങൾ എല്ലാ ദിവസവും യൂണിഫോം ഇടുന്നുണ്ടോ? അതുകൊണ്ട് യൂണിഫോമോട് ദേഷ്യം ഉണ്ടാവാറുണ്ടോ? അങ്ങനെയല്ല. ഇപ്പൊ ഒരാൾ നല്ല പ്രവൃത്തി ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ അയാൾ അഭിനന്ദിക്കുന്ന തെറ്റില്ല. പക്ഷെ എപ്പോഴും നല്ലവനാണെന്ന് പറയേണ്ട കാര്യം എന്താണ്? നല്ല പ്രവൃത്തി ചെയ്താൽ നല്ലവനാണെന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്നതിന്റെ കാരണം നീ എന്താണ്? ഇന്നലെ നല്ല പ്രവൃത്തി ചെയ്താൽ ഞാൻ ഒരു വർഷം മുമ്പ് നല്ലവനാണെന്ന് പറഞ്ഞാൽ മതിയോ? അല്ല, എപ്പോഴെപ്പോഴും പറയേണ്ട കാര്യമുണ്ടോ? അയാൾ ചെയ്ത് നല്ലതാണ്, അതിൽ കൂടെ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? ആ പുള്ളിക്ക് ഒരു മോട്ടിവേഷൻ, ഒരു ഇൻസ്പിറേഷൻ. പക്ഷെ വായിക്കുന്നതൊക്കെ അത്ര നന്നായിട്ട് വായിക്കുന്ന ആൾക്ക് പറയുന്ന കേൾക്കുന്ന ആൾക്ക് മോട്ടിവേഷൻ, ഈ വായിക്കുന്ന ആൾക്ക് എന്തിനാണ് ഈ അമിതമായി ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ കൊടുക്കുന്നതെന്ന് തോന്നുന്നില്ലേ? പിന്നെ സ്തുതിഗീതങ്ങൾ കൊണ്ട് ഭക്തി മാത്രമല്ല, വേറെ ചില ഉദ്ദേശങ്ങൾ കൂടി പറയണം. എന്താ എഴുത്തച്ഛനുണ്ടായിരുന്നു എന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത്. സ്തുതിഗീതങ്ങളിൽ കൂടി അന്നത്തെ ഭാഷ എന്നാൽ വേദഭാഷയായ സംസ്കൃതമായിരുന്നു ഏറ്റവും വലുത്. ഇതിനോടൊപ്പം നമ്മുടെ മാതൃഭാഷ ഉയർത്തുവാൻ വേണ്ടി എഴുത്തച്ഛൻ ശ്രമിച്ചു. വേറൊരു കാര്യം കൂടിയുണ്ട്. അതിൻ്റെ രചനാ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വെറും ശൃംഗാര കാവ്യങ്ങൾ സംസ്കൃത മലയാളം മണിപ്രവാളത്തിൽ പടച്ചുവിട്ടുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത്. അപ്പോൾ ഇത് വായിച്ച് രസിച്ചിരുന്നൊരു ജനതയെ മുഴുവൻ ഭക്തിയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരാനാണ് എഴുത്തച്ഛൻ അങ്ങനെ ചെയ്തത്. അമിതമായ ഭക്തി മനുഷ്യരെ കർമ്മവിമുഖരാക്കാനാണ് ഉപകരിക്കുക. വളരെ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അമിതമായ ഭക്തി മനുഷ്യനെ കർമ്മത്തിൽ വിമുഖനാക്കും. ഓക്കെ, എന്ത് പറയുന്നു? ഇവിടെ അമിതമായ ഭക്തിയല്ല, കാരണം ശൃംഗാര കാവ്യങ്ങൾ എന്നൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ അതിൽ നിന്നും മുക്തനാക്കുവാനാണ്, അല്ലാതെ അമിതമായി അങ്ങനെ. വെരി നൈസ്. പ്ലീസ് നന്നായി സംസാരിച്ചോട്ടെ, പക്ഷെ നമ്മൾ പറയുമ്പോഴേ ഒരു ഉറപ്പ്, ദൃഢത, കൺവിക്ഷൻ ആവശ്യമാണ് കേട്ടോ. ദേവദത്തമായ ദിവ്യപായസം ഭുജിച്ച ദശരഥ പത്നിമാർ ഗർഭം ധരിച്ചു. ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് പിറന്നതെങ്കിലും എല്ലാ അർത്ഥത്തിലും ജ്യേഷ്ഠനും ശ്രേഷ്ഠനുമായി രാമൻ ഒന്നാമനായി വളർന്നു. ആ വളർച്ചയുടെ നാളുകൾ ഇതാ ഇവിടെ.
ശ്രേയ